ഒരാഴ്ച മുമ്പ് ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ വരുന്ന ആഴ്ചയാണ് 4 ബന്ദികളുടെ മോചനം നടക്കുക. ബന്ദികളെ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഹമാസ് കൈമാറുന്ന ബന്ദികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടിക ഇസ്രായേലിന് കൈമാറും. സമാധാന കരാറിൽ പറഞ്ഞതുപോലെ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള 16ാം ദിവസമാണ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നത്. സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് ഗാസ സന്ദർശിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഗാസയിലെ ഫിലാഡൽഫിയ ഇടനാഴിയും നെറ്റ്സാരിമും വിറ്റ്കോഫ് സന്ദർശിക്കുമെന്നും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്നും വിറ്റ്കോഫുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അൽത്താനിയാണ് ചർച്ചകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന മറ്റൊരു വ്യക്തി. 2ാം ഘട്ടം സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായി ഗാസയിലെ ആക്രമണം ഇസ്രായേൽ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നും ഭാവിയിൽ ഗാസയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഹമാസ് വരാതിരിക്കാനുള്ള നടപടികൾ ഇസ്രായേൽ കൈക്കൊള്ളുമെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.